കണ്ണൂർ കൊയ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കെ സുധാകരന് നേരെ UDF പ്രവർത്തകരുടെ രോഷപ്രകടനം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആരോപിച്ചാണ് സുധാകരനെതിരെ പ്രതിഷേധിച്ചത്. സുധാകരന്റെ വാഹനം റോഡിൽ തടഞ്ഞുവെച്ചായിരുന്നു പ്രതിഷേധം. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ കൊയ്യത്ത് വച്ചാണ് കെ സുധാകരൻ സ്വന്തം പാർട്ടിക്കാരുടെ പ്രതിഷേധ ചൂടറിഞ്ഞത്. 50ഓളം വരുന്ന കോൺഗ്രസ് ലീഗ് പ്രവർത്തകരാണ് സുധാകരന്റെ വാഹനം തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം സുധാകരൻ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇരിക്കൂർ MLA സജീവ് ജോസഫും കെ സുധാകരന് ഒപ്പമുണ്ടായിരുന്നു. പ്രാദേശിക നേതാക്കൾ ഏറെ പടിപ്പെട്ടാണ് പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ചത്. പിന്നാലെയാണ് കെ സുധാകരന്റെ വാഹനം കടന്നുപോകാൻ അനുവദിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം നന്ദി പറയാൻ പോലും മലയോര മേഖലയിലേക്ക് പോയില്ല എന്ന വ്യാപക പരാതിയാണ് കെ സുധാകരനെതിരെ ഉയരുന്നത്. കൈരളി ന്യൂസ്, കണ്ണൂർ. പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. AICC പ്രസിഡന്റ് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയതെന്തിനെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ചോദിച്ചു. പൗരത്വ നിയമത്തിൽ 2019 മുതൽ കോൺഗ്രസ് നടത്തുന്ന ഇരട്ടത്താപ്പിലും ഒളിച്ചുകളിയിലുമാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യശരങ്ങൾ. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? AICC അധ്യക്ഷൻ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത് എന്തിന്? ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? തുടങ്ങി കോൺഗ്രസിനെ കുഴയ്ക്കുന്നതാണ് ചോദ്യങ്ങൾ. ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രക്ഷോഭം ആളിപ്പടർന്ന 2019 ഡിസംബറിൽ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? ബിൽ അവതരിപ്പിച്ചപ്പോഴും തൊട്ടു പിന്നാലെയും അദ്ദേഹം പാർലമെന്റിൽ ഹാജരായി നിലപാട് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു. പൗരത്വ ഭേദഗതി വിഷയത്തിൽ BJP സർക്കാരിനെതിരെ വിശാലമായ ഐക്യം രൂപപ്പെടുത്താൻ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് എന്തുകൊണ്ട് മുൻകൈയെടുത്തില്ല? കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ യോജിച്ച സമരങ്ങളിൽ നിന്നും കോൺഗ്രസ് ഏകപക്ഷീയമായി പിന്മാറിയത് സമരത്തിന്റെ കരുത്ത് കുറയ്ക്കാനായിരുന്നില്ലേ എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. യോജിച്ച സമരങ്ങളിൽ പങ്കെടുത്ത കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾക്കെതിരെ അച്ചടക്കവാൾ ഓങ്ങിയത് ആരെ പ്രീതിപ്പെടുത്താനായിരുന്നുവെന്നും ദില്ലി കലാപ സമയത്ത് ഇരകൾക്കൊപ്പം നിന്നത് ഇടതുപക്ഷമായിരുന്നില്ലേ എന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു. സംഘപരിവാർ ക്രിമിനലുകൾ ന്യൂനപക്ഷ വേട്ട നടത്തിയ ആ ഘട്ടത്തിൽ കോൺഗ്രസ് മൗനത്തിലായിരുന്നില്ലേ? NIA ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയത് കോൺഗ്രസും BJPയും ഒരുമിച്ചായിരുന്നില്ലേ? ന്യൂനപക്ഷ സമൂഹങ്ങളെ ലക്ഷ്യമിടുന്ന ഈ നിയമത്തിനെതിരെ ലോക്സഭയിൽ കേരളത്തിൽ നിന്നും വോട്ട് ചെയ്തത് CPIM MP മാത്രമാണ് എന്നത് നിഷേധിക്കാനാകുമോ എന്നതടക്കമുള്ള നിർണായകമായ ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നിയമത്തിനെതിരെ നിയമ നടപടികളുമായി കേരളം മുന്നോട്ട്. കേന്ദ്രം പൗരത്വ നിയമത്തിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി. 2019 പൗരത്വ നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും കേന്ദ്രം പൗരത്വ നിയമത്തിൽ വിജ്ഞാപനം പുറത്തിറക്കിയത്. ഈ സാഹചര്യത്തിലാണ് അടിയന്തര നിയമ നടപടികൾക്ക് സംസ്ഥാന സർക്കാർ AGയെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയത്.